രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ കാത്തിരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നിരിക്കുകയാണ്. വിജയിച്ചത് UDF ആണെങ്കിലും കരുത്ത് തെളിയിച്ചത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും സ്വതന്ത്രനായി മത്സരരംഗത്തുണ്ടായിരുന്ന മുൻ MLA PV അൻവറുമായിരുന്നു. മുന്നണിയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് വിജയത്തിലേക്ക് നയിച്ചതിൽ സതീശന്റെ നിലപാടിന് വലിയ പങ്കുണ്ട്. PV അൻവറിന്റെ പിന്തുണയില്ലാതെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ UDF തീരുമാനിച്ചത് പ്രതിപക്ഷ നേതാവിന്റെ കടുംപിടുത്തത്തിൽ ആയിരുന്നു. അത് തെറ്റിയില്ല എന്ന് മാത്രമല്ല, മികച്ച വിജയവും നേടാൻ കഴിഞ്ഞു. ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം നേരിയതായിരുന്നെങ്കിൽ പോലും സതീശൻ വലിയ വിമർശനത്തിന് വിധേയനാവേണ്ടി വന്നേനെ. എന്തായാലും അത് ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഷൗക്കത്ത് മികച്ച വിജയം സ്വന്തമാക്കിയപ്പോൾ അതിലൂടെ കരുത്ത് തെളിയിക്കാനുമായി. ആര്യടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷമാണ് വി.ഡി. സതീശനുമായി തെറ്റി അൻവർ മത്സര രംഗത്തിറങ്ങുന്നത്. ഫലപ്രഖ്യാപനം വന്നപ്പോൾ ഇടത് ഐക്യമുന്നണികളെ അൻവർ വിറപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇരു വിഭാഗങ്ങളുടെയും ശക്തി കേന്ദ്രങ്ങളിൽ അൻവർ ഫാക്ടർ പ്രതിഫലിക്കുകയും ചെയ്തു. CPMന്റെ വോട്ടാണ് തനിക്ക് ലഭിച്ചത് എന്നാണ് അൻവർ അവകാശപ്പെടുന്നത്. UDFും ഇത് ശരിവെക്കുന്നുണ്ട്. അൻവറിന് ലഭിച്ച 19,746 വോട്ടുകൾ ഭൂരിഭാഗവും അല്ലെങ്കിൽ പകുതിയിൽ ഏറെയും ഇടത് ക്യാമ്പിൽ നിന്നാണ് സമാഹരിച്ചത്. എങ്കിൽ അൻവർ പിടിച്ച വോട്ടാണ് വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഫാക്ടർ എന്ന് തന്നെ UDFന് സമ്മതിക്കേണ്ടി വരും. കാരണം 11,077 വോട്ടുകൾക്കാണ് ഷൗക്കത്ത് വിജയിച്ചിരിക്കുന്നത്. അൻവർ പിടിച്ചത് മുഴുവൻ ഭരണവിരുദ്ധ വോട്ടുകൾ ആണെന്നാണ് മുന്നണി നേതാക്കളും അവകാശപ്പെടുന്നത്. അൻവർ ഫാക്ടർ തെരഞ്ഞെടുപ്പിൽ വർക്ക് ചെയ്തു എന്ന് ആദ്യം പ്രതികരിച്ചത് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫാണ്. അൻവർ ഒപ്പമുണ്ടായിരുന്നെങ്കിൽ കൂടുതൽ മികച്ച വിജയം ഉണ്ടാകുമായിരുന്നു എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും K മുരളീധരൻ അടക്കമുള്ള കോൺഗ്രസ് അൻവറിന്റെ മുന്നേറ്റം കുറച്ചു കാണുന്നില്ല. അദ്ദേഹത്തിനെ മുന്നണിയിൽ എടുക്കുന്ന കാര്യം ചർച്ച ചെയ്ത് പിന്നീട് തീരുമാനിക്കുമെന്നാണ് അവരുടെ നിലപാട്. UDFിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ മുസ്ലിം ലീഗും അൻവർ ഫാക്ടർ തെരഞ്ഞെടുപ്പിൽ വർക്ക് ചെയ്തു എന്ന അഭിപ്രായക്കാരാണ്. MK മുനീർ അടക്കമുള്ളവർ അത് പരസ്യമായി വ്യക്തമാക്കി കഴിഞ്ഞു. UDF ആലോചിച്ച് പിന്നീട് തീരുമാനമെടുക്കും എന്നാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട്. മാധ്യമങ്ങളോട് അൻവറിന്റെ മുന്നണി പ്രവേശന കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം നോ കമന്റ്സ് എന്ന് പറഞ്ഞ് അതൃപ്തി പ്രകടിപ്പിക്കുകയാണ് വി.ഡി. സതീശൻ ചെയ്തത്. എന്നാൽ ഒരു സ്വകാര്യ മലയാളം ചാനൽ നൽകിയ അഭിമുഖത്തിൽ താൻ ഒറ്റയ്ക്കല്ല ആ കാര്യം തീരുമാനിക്കുന്നത് എന്ന് സതീശൻ പറയുകയും ചെയ്തു. UDFന് സഹകരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരുമായി സഹകരിക്കാൻ തയ്യാറാണ് എന്ന നിലപാട് അൻവറും വ്യക്തമാക്കി കഴിഞ്ഞു. എന്നാൽ വോട്ടെണ്ണൽ നടക്കുന്ന വേളയിൽ തന്നെ UDF പ്രവേശനം തന്റെ മനസ്സിൽ ഉണ്ടെന്ന സൂചന അൻവർ നൽകിയിരുന്നു. അൻവറിന് ലഭിച്ച വോട്ടുകളുടെ എണ്ണം 10,000 കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം UDF വോട്ടുകൾ ചോർത്തി എന്ന രീതിയിൽ മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു. എന്നാൽ താൻ പിടിച്ചത് പിണറായി സത്തിന് എതിരെയുള്ള വോട്ടാണ് എന്ന് അവകാശപ്പെട്ട് മാധ്യമങ്ങളെ തിരുത്തി അൻവർ തന്നെ രംഗത്തെത്തി. അൻവർ ഇപ്പോഴും മുന്നണി പ്രവേശനം സ്വപ്നം കാണുന്നുണ്ട്. അതിന് നിലവിൽ വിലങ്ങുതടിയാവാൻ സാധ്യതയുള്ള ഒരേ ഒരാൾ വി.ഡി. സതീശനാണ്. അദ്ദേഹം അൻവറിനെ മുന്നണിയിൽ വേണ്ട എന്ന കടുംപിടുത്തം ഇനിയും തുടരുമോ എന്നതാണ് അറിയേണ്ടത്. അങ്ങനെയെങ്കിൽ നിലമ്പൂർ പോര് അവസാനിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. മുന്നണി പ്രവേശനത്തെ ചൊല്ലി നിലമ്പൂരിൽ കരുത്ത് തെളിയിച്ചവർ വാക്പോരടിച്ച് പരസ്പരം അംഗം കുറിക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. എന്നാൽ നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപോ അതിനുശേഷമോ അൻവറിന്റെ മുന്നണി പ്രവേശനം ഉണ്ടാകുമെന്ന് തന്നെയാണ്. മുസ്ലിം ലീഗും KPCC പ്രസിഡന്റും മുന്നണി കൺവീനറും മറ്റു മുതിർന്ന കോൺഗ്രസ് നേതാക്കളും നിലവിലുള്ള നിലപാടിൽ ഉറച്ചുനിന്നാൽ സതീശൻ എതിർത്താൽ പോലും UDF പ്രവേശനം സാധ്യമാകും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പ്രതിപക്ഷ നേതാവിനെതിരെ ശക്തമായ കടന്നാക്രമണം നടത്തിയ അൻവർ നിലവിൽ സതീശനെതിരെ വെടിനിർത്തലാണ്. സതീശനും നോ കമന്റ്സ് എന്ന പ്രതികരണത്തിലൂടെ അൻവർ വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞുമാറുകയാണ്. എന്തായാലും അൻവറിന്റെ ഭാവി UDFിലാണോ അല്ലയോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകുമെന്ന് പ്രതീക്ഷിക്കാം.